ഓ റോമിയോ എന്നുള്ള ഈ സിനിമയുടെ ട്രെയിലർ ഒരു ഗംഭീര ട്രെയിലറായിരുന്നു. ഒരു കിക്കാസ് ട്രെയിലർ എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് എല്ലാവർക്കും ഭീകരമായിട്ടുള്ള എക്സ്പെക്ടേഷൻ ആയിരുന്നു. പിന്നെ ഷാഹിദ് കപൂർ എന്ന് പറയുന്നത് ഒരുപാട് ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു നായകനാണ്. പുള്ളിയുടെ ഒരു കംബാക്ക്, അതായത് പുള്ളിക്ക് ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ, ഒരു വലിയൊരു ഹിറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ തമിഴിലൊക്കെ വിക്രമിനെ പോലെയൊക്കെയാണ്. ഇപ്പോൾ വിക്രം ഷാഹിദ് കപൂർ തമ്മിലുള്ള സിമിലാരിറ്റി എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ക്യാരക്ടറിന് വേണ്ടി ഹാർഡ് വർക്ക് എടുക്കും. അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് വർക്കൊക്കെ എല്ലാം സിനിമയിൽ നമുക്ക് വിസിബിൾ ആയിരിക്കും. നല്ല രീതിയിൽ ഈ ക്യാരക്ടറിനെ അവർ പുൾ ഓഫ് ചെയ്ത് കൊണ്ടുവരാൻ കാര്യങ്ങളൊക്കെ ശ്രമിക്കും. പക്ഷേ സ്ക്രിപ്റ്റ് വായിക്കില്ല. സ്ക്രിപ്റ്റ് വായിക്കാതെ ഈ ചെന്ന് തല വെക്കുന്ന പടങ്ങളെല്ലാം ചിലപ്പോൾ അവർക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. കാരണം ഞാൻ ഈ ഒരു ക്യാരക്ടർ ചെയ്തു, നല്ല രീതിയിൽ ഞാനത് സ്ക്രീനിൽ എത്തിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഒഴികെ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ പഴഞ്ചനായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഓ റോമിയോ എന്നുള്ള സിനിമ ഇന്ന് ഫ്രൈഡേ ദ 30th റിലീസായിട്ടുണ്ട്. ഫ്രൈഡേ ദ 30th പിറ്റേ ദിവസം വാലന്റൈൻസ് ഡേ. വാട്ട് ആൻ ആണി അല്ലേ. അപ്പോൾ ഈ റിലീസായിരിക്കുന്ന പടം കണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയുടെ കഥ നടക്കുന്ന 1995 ആ കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ 95 കാലഘട്ടങ്ങളിൽ ഇറങ്ങേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഔട്ട് ആൻഡ് ഔട്ട് പഴയ പഴയ ഫോർമുല തന്നെയാണ്. പക്ഷേ ആ ഒരു കാര്യം ഈ സിനിമയുടെ നെഗറ്റീവായിട്ടും അതേസമയം പോസിറ്റീവായിട്ടും കാണാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ കുറേ റിലീസുകളൊക്കെ വരുന്നുണ്ടല്ലോ ഈ ഇടയ്ക്ക്. ഇപ്പോൾ ഈ വർഷം തന്നെയാണെങ്കിൽ മങ്കാത്ത. അപ്പോൾ ഈ റിലീസ് കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴയ ഫോർമുല ഇഷ്ടപ്പെടുന്നത്. കാരണം ഇപ്പോഴത്തെ ന്യൂ വേവ് സിനിമകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ പഴയ ഒരു കൊമേഴ്ഷ്യൽ ഫോർമുലകളിലുള്ള പടങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു രീതിയിലൊരു സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം തമിഴിൽ മദഗജരാജ എന്ന് പറഞ്ഞ് കുറേ കാലം പെട്ടിയിലിരിക്കുന്ന ഒരു പടം റിലീസായി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഹിറ്റായത്. അപ്പോൾ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സിനിമ തുടങ്ങുന്നു. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ കാണിക്കുന്നത് ഒരു ഗ്യാങ്സ്റ്ററാണ്. ഈ ഗ്യാങ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ ഒരു തിയേറ്ററിൽ ഒരു ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ഫൈറ്റ് കാണിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഗണ്ണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുള്ളി മറ്റേ ഈ വയലൻസ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ പൃഥ്വിരാജിൻ്റെ, പുള്ളിയുടെ മൂന്നാമത്തെ ആദ്യം റിലീസായ പടം ഒന്നും തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. പുള്ളിയുടെ ഫസ്റ്റ് പടം നന്ദനമാണെന്നുണ്ടെങ്കിലും പിന്നെ റിലീസായത് നക്ഷത്രക്കണ്ണൂർ രാജകുമാരനാണോ പിന്നെ സ്റ്റോപ്പ് വയലൻസ് ആണോ എന്ന് എനിക്ക് ഓക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പം അതിനകത്ത് പോലത്തെ ഒരു ബാർബറിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ബ്ലേഡ് ഉണ്ടാവുമല്ലോ. ഈ ബ്ലേഡ് വെച്ചിട്ടാണ് പുള്ളി ഫൈറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ ആയുധം അതാണ്. അപ്പോൾ എത്ര പേര് വന്നാലും ഇടിച്ചിടാൻ അത്രയും പവറുള്ള, അത്രയും സ്റ്റാമിന ഉള്ള, അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളാണ് നമ്മുടെ നായകൻ. നായകൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്ന പെണ്ണാണ്. അതായത് എല്ലാ ദിവസവും പുള്ളിയുടെ വൈകിട്ട് എന്ന് പറയുന്നത് ഓരോരോ പെണ്ണുങ്ങളെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, അവർ വരും. ഇത് തന്നെയാണ് പുള്ളിയുടെ പരിപാടി. അപ്പം അങ്ങനെയുള്ളൊരു നായകനെ ഇൻട്രോ കാണിക്കുന്നു. പുള്ളിയുടെ ഫൈറ്റ്, പുള്ളിയുടെ എബിലിറ്റി, പുള്ളിയുടെ കഴിവ്. പുള്ളി നാനാ പടേക്കർ ഒരു IB ഓഫീസറാണ്, ഇൻ്റലിജൻസ് ബ്യൂറോ. പുള്ളിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. കാരണം ഒരു ഗുണ്ടയാണ്. അപ്പോൾ ഗുണ്ടേനെ ഒരു പ്രസ്തുത സാഹചര്യത്തിൽ IB ഓഫീസർ രക്ഷപ്പെടുത്തുന്നു. അതിനുള്ള ഒരു പ്രത്യുപകാരമായിട്ട് ഇയാൾ പറയുന്ന എന്ത് കാര്യങ്ങളും ഒരു കാര്യവും തിരിച്ചു ചോദിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലത്തെ ഒരാൾ. അയാളുടെ ലൈഫിലേക്ക് ഒരു ലവ് വരുന്നു, അതായത് ഒരു പെണ്ണ് വരുന്നു. ഈ പെണ്ണ് എന്തിനു വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ. ഒരു പഴയ ഫോർമുല തന്നെയാണ്. പിന്നെ അത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഓ റോമിയോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഇതിൻ്റെ കാസ്റ്റാണ്. ഒന്നത് ഷാഹിദ് കപൂർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഈ പടത്തിന് വേണ്ടിയുള്ള പുള്ളിയുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് കിടിലമാണ്. പുള്ളി നല്ല രീതിയിൽ ഈ പടത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ സീനിലും അത് വിസിബിളാണ്. അത് ആക്ഷൻ സീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാട്ട് സീൻ ആയിക്കോട്ടെ, ഇമോഷണൽ സീൻ ആയിക്കോട്ടെ, പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നാനാ പടേക്കറിന്റെ റോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് സീനിയർ ആയിട്ടുള്ള ഒരാളെ ആവശ്യമുണ്ട് എന്നല്ലാതെ നാനാ പടേക്കറിനെ പോലുള്ള ഒരാൾക്ക് ചെയ്യത്തക്ക കാര്യമായിട്ട് ഒന്നും ഇതിനകത്തില്ല. പിന്നെ തൃപ്തി ദിമ്രി ഉണ്ട്. തൃപ്തി ദിമ്രി നല്ലൊരു ആക്ട്രസ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സിനിമകളൊക്കെ കുറച്ച് സ്കിൻ ഷോ മാത്രമായിരുന്നു. പക്ഷേ ഇതിനകത്ത് മാത്രമല്ല, സബ്സ്റ്റൻസ് ഉണ്ട്. പുള്ളിക്കാരത്തേക്ക് അത് പെർഫോം ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ ക്ലീശേ ക്യാരക്ടറാണ്. പണ്ടത്തെ സിനിമയിൽ ഇവർ സിനിമയിനകത്ത് മാധുരി ദീക്ഷിത്തിന്റെ കുറെ പടങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ 2026 ഈ സിനിമ വരുമ്പോൾ ഈ ക്യാരക്ടർ വരിക എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ ഈ പടത്തിലെ വില്ലനായിട്ട് വരുന്ന അവിനാഷ് തിവാരി. അവിനാഷ് തിവാരിയുടെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് OTT കാണാം. പുള്ളിക്കാരൻ ഈ സിനിമയിലേക്ക് വന്നിരിക്കുന്നത് കച്ചറ വില്ലൻ. പുള്ളിക്കാരൻ്റെ ഗെറ്റപ്പ് കാണാനൊക്കെ ആദ്യം കാണുമ്പോഴൊക്കെ ഒരു വാവ് ഫീൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ സ്പെയിനിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു വലിയ ഡോൺ എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അയ്യേ, എൻജാതി കാരിക്കേച്ചർ ക്യാരക്ടറാണ് ഈ അവിനാഷ് തിവാരി. എന്തിന് ചിലപ്പോൾ വിശ്വാൽ ഭരദ്വാജ് എന്നുള്ളൊരു വലിയ പേര് കേട്ടുകൊണ്ടായിരിക്കാം പുള്ളി കമ്മിറ്റ് ചെയ്തത്. പക്ഷേ ഒരു മോശം റോള് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് മോശമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിനാഷ് തിവാരിയുടെയൊക്കെ കാസ്റ്റിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആഹാ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളത്, ഷാഹിദ് കപൂറിൻ്റെ ഓപ്പോസിറ്റ് വരുന്നു എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഒന്നുമില്ല, സ്റ്റഫ് ഇല്ല ഈ പടത്തിൽ. ഒന്നും തന്നെ ഇല്ല. പിന്നെ അത് തമന്ന പാട്ടൊന്നുമല്ല,
ക്യാരക്ടറായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ദിഷ പട്ടാണിക്ക് 2 പാട്ടുണ്ട്. പിന്നെ സീൻസ് ഉണ്ട് ഇടയ്ക്ക് 2, 3 സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല. ജൂലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. വെറുതെ വന്നു പോകാനുള്ള ഒരു ക്യാരക്ടർ. പിന്നെ ഫരീദ ജലാൽ ഉണ്ട്. പിന്നെ വിക്രാന്ത് മാസി ഒരു റോളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് വലിയൊരു സ്റ്റാർ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമ 3 മണിക്കൂറും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾഡ് സ്റ്റൈലാണ്. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ ആദ്യമൊക്കെ ആ ഒരു പഴയ സിനിമയുടെ ഫോർമുല എന്നുള്ള രീതിയിൽ നമ്മൾ ഓക്കെ കണ്ടിരിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ ബോറടിക്കും. അതായത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് പിന്നെ പടം അങ്ങോട്ട് മൂവ് ആവുന്നില്ല. അതായത് ഈ പടത്തിലെ വില്ലൻ ഒന്നെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലനായിട്ട് കാണിക്കണമായിരുന്നു. നായകൻ്റെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനെയാണ് നേരിടേണ്ടി വരേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ഈ നായകൻ എവിടെ വേണമെന്നുണ്ടെങ്കിൽ ചാവാത്ത നായകനാണ്. പഴയ പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. സത്യത്തിൽ എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ മിഥുൻ ചക്രവർത്തിയുടെ കുറേ അമാനുഷിക പടങ്ങളുണ്ട് ഹിന്ദിയിൽ. അപ്പോൾ ആ ഒരു ടെംപ്ലേറ്റിൽ വന്നിരിക്കുന്നത് അത് ഷാഹിദ് കപൂറിനെ വെച്ച് വന്നിരിക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ചാവാത്തൊരു നായകൻ. ഇതിനകത്ത് സ്പെയിനിൽ വെച്ചിട്ടുള്ള ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യേ എജ്ജാതി. ഇതിൻ്റെ ഫൈനൽ ആക്ട് ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് പരമ ബോറാണ്. അതായത് വിശാൽ ഭരദ്വാജ് ഐ റെസ്പെക്ട് ചെയ്യും. കാരണം പുള്ളി ആ മ്യൂസിക് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും ഈ പടത്തിലെ പാട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടത്തിലൊരു സൊലൈസ് ഒരു ആശ്വാസമാണ്. കാര്യം അത് തുടക്കത്തിലുള്ളൊരു പാട്ട്, പിന്നെ പാൻ കി ദൂക്കാൻ ഭയങ്കര പെപ്പി ആ നമ്പറാണ്. അത് ഷാഹിദിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ പാട്ട് കൊള്ളാം. പിന്നെ 2, 3 മെലഡി ഉണ്ട് അരിജിത് സിംഗ് പാടിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ കൊള്ളാം. പാട്ട് കൊള്ളാം. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ ആ ഒരു രീതിയിലൊക്കെ വരും. പക്ഷേ ഇന്റർവെൽ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ടേക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണെന്നുള്ളത്. പിന്നീട് അങ്ങോട്ടേക്ക് വലിച്ച് 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 നീട്ടുകയാണ്. 3 മണിക്കൂറാണ് ഈ പടം. അവസാനം എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നായിരുന്നു. കാരണം ഈ വർഷം എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പടമാണ് ഓ റോമിയോ. പക്ഷേ ഈ വർഷം കണ്ട മോശം സിനിമകളിലൊന്നായി മാറി ഓ റോമിയോ. അൺഫോർച്ചുനേറ്റ്ലി അല്ല അതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഷാഹിദ് കപൂറിന് ഒരു കംപാക്ക് ഒരു വലിയൊരു ഹിറ്റോടുകൂടി പുള്ളി കബീർ സിംഗ് എന്ന് പറഞ്ഞ പടത്തിൽ വലിയ ഹിറ്റ് പുള്ളി കിട്ടി. പിന്നെ കുറേ റീമേക്കിൻ്റെ പുറകെ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒറിജിനൽ പടങ്ങളായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവസ്ഥ ഇങ്ങനെയാണ്. പുള്ളി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. നല്ല സുപ്രീംലി ടാലൻറ്റഡ് ആണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റ് മുഴുവൻ ഇങ്ങനത്തെയാണ്. സോ ഇതായിരുന്നു ഓ റോമിയോ എന്നുള്ള എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പടമാണ്. എനിഹൗ എനിക്ക് തീരെ വർക്കായില്ല. കാരണം ആ ഒരു പഴയ പടത്തിന്റെ മൂഡിൽ കണ്ടിരിക്കാനൊക്കെ പറ്റിയുണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ ബോറടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെ പടം എ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സിനിമയിൽ വയലൻസ് അതാണ് പറയാനുള്ളൊരു കാര്യം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയലൻസ് കാണിക്കുന്നതിന് ഒരു എസ്തെറ്റിക്കുമാണ്. ഇപ്പോൾ കമൽഹാസനൊക്കെ കാണിക്കുന്നത് വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും റിയൽ ലൈഫിൽ വയലൻസ് കാണിക്കരുത്. വയലൻസിൻ്റെ ഇമ്പാക്റ്റ് ഇത്രയാണ്. വയലൻസ് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വയലൻസ് കാണിക്കുന്നതെന്നാണ് കമൽഹാസൻ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ കുറേ പേര് ഒച്ചെടുക്കുമ്പോൾ നമ്മൾ ഒച്ചയിൽ സൈലൻസ് എന്ന് പറഞ്ഞാലാണ് അവർ മിണ്ടാതിരിക്കുകയുള്ളൂ. ആ ഒരു സംഭവം തന്നെ ഇതിനകത്തേക്ക് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെല്ലാം വയലൻസ് അതൊരു സ്റ്റൈലൈസ്ഡ് മാനറിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ട് സൊസൈറ്റിയിൽ. പടത്തിലെ വയലൻസ് എന്ന് പറയുന്നത് ഈ നായകൻ്റെ ഗ്ലോറിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നായകനെ ഭയങ്കര ഇതായിട്ട് കാണിക്കാൻ. കാരണം ഇയാളുടെ ഈ മജ്നു അല്ലെങ്കിൽ ഈ റോമിയോ എന്നുള്ളത് ഈ ചോരക്കളിയാണ് മുഴുവൻ. പക്ഷേ പടത്തിൻ്റെ ആ ഒരു കോർ കൺസെപ്റ്റായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അത് വെറുതെ കുറേ വയലൻസ് കാണിക്കുക എന്നുള്ളത്, വെറുതെ തലവെട്ടി കൂട്ടുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി കാണിച്ചിരിക്കുന്ന ഒരു വയലൻസ് ആണ്. ആ വയലൻസിന് വേണ്ടിയിട്ടാണ് ഇതിന് എ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പിന്നെ അല്ലാതെയും എ സർട്ടിഫിക്കറ്റ് ആണ്. കാരണം ഈ പടത്തിൽ വരുന്ന തെറി മിർസാപൂർ മറ്റേ ആമസോണിൻ്റെ സീരീസിനൊക്കെ ഉണ്ടല്ലോ അത് കാണുന്ന പോലെ ഇരിക്കും. ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് വായിന്ന് വന്നതെല്ലാം തെറികളാണ്. അതുപോലത്തെ ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് അത് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് അതിന്. പക്ഷേ വയലൻസ് ഈ പടത്തിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വയലൻസിനൊന്നും ആവശ്യമില്ല. അത് ഒരു എഫക്റ്റീവ് ഇല്ലാത്ത ഒരു വികാരവും തോന്നാത്ത രീതിയിലുള്ള കുറേ വയലൻസ് സീക്വൻസും കാര്യങ്ങളും. പിന്നെ ആക്ഷൻ ഷാഹിദ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു ത്രില്ലടിപ്പിക്കുന്ന രോമാഞ്ചം ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ആക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ആക്ച്വലി എഫക്റ്റീവ് അല്ലാത്ത പ്രണയം, എഫക്റ്റീവ് അല്ലാത്ത ആക്ഷൻ, എഫക്റ്റീവ് അല്ലാത്ത ഇമോഷൻ ഇതെല്ലാമായി വാലന്റൈൻസ് ഡേക്ക് വന്ന ഒരു റോമിയോ. അതാണ് ഓ റോമിയോ.